മുഖ്യമന്ത്രിയെ മിസ്റ്റർ ചേർത്ത് വിളിക്കുന്നത് അൺപാർലമെന്ററി ആണോ സാർ? ഇതായിരുന്നു കഴിഞ്ഞ ആഴ്ച നിയമസഭയിൽ കേട്ടത്. മുൻ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയായിരുന്നു. സമൂഹത്തിൽ ലഹരി ഉപയോഗവും അക്രമവും വർദ്ധിക്കുന്നുവെന്ന മുൻ പ്രതിപക്ഷ നേതാവിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ് ചർച്ച ചെയ്ത് കളയാമെന്ന് സർക്കാരും തീരുമാനിച്ച ദിവസം ഇടയ്ക്കിടയ്ക്ക് മുഖ്യമന്ത്രിയോട് നടത്തിയ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ പ്രയോഗം മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെട്ടില്ല. വിഷയത്തിൽ നിന്ന് ചെന്നിത്തല തെന്നിമാറിയാണ് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ പ്രയോഗം നടത്തുന്നത് എന്നായി മുഖ്യമന്ത്രി. എന്തായാലും ചീഫ് മിനിസ്റ്റർ പ്രയോഗം ക്രമത്തിലല്ലെന്ന് ചെയറിൽ നിന്ന് റൂളിംഗ് ഒന്നും വരാത്ത സ്ഥിതിക്ക് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ രേഖയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, എന്ത് സന്ദേശമാണ് നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നത്? ചെറുപ്പക്കാർക്ക് എന്ത് സന്ദേശമാണ് നിങ്ങൾ നൽകുന്നത്? മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ. സർ, ഇദ്ദേഹം ഈ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോന്നിനും ഞാൻ ഇടക്കിടക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കണോ? വേണമെങ്കിൽ അതാകാം, അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ. ഇടക്കിടക്ക് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ചോദ്യം ചോദിച്ചാൽ പാത്രം പോരാ. നാടിന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാനാവണം. ഞാൻ എന്ത് പ്രസംഗിക്കണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തീരുമാനിക്കേണ്ട. എനിക്ക് സംസാരിക്കാനുള്ള അധികാരമുണ്ട്. ഈ വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്. ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നതിന് പകരം ഈ അവസരം ഉപയോഗിച്ച് അനാവശ്യമായ കാര്യങ്ങൾ പറയല്ല വേണ്ടത്. തീർത്തും അനാവശ്യമായ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. അനാവശ്യം പറയരുത്. അവരുടെ ആവശ്യം തനിക്ക് അനാവശ്യമായിരിക്കും. നിങ്ങളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി, നിങ്ങളാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ളയാൾ. നിങ്ങളെ കുറ്റപ്പെടുത്തും. അതിനെന്തിനാണ് അറിയത്തിന് അസഹിഷ്ണുത? കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ചീട്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾ പറയും. തന്നോട് മാത്രമല്ല, ഈ നാട്ടിലുള്ള എല്ലാവരോടും ഞാൻ പറയുകയും ചെയ്യും. ഇടക്കിടക്ക് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ചോദ്യം ചോദിച്ചാൽ പാത്രം പോരാ. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ. നിർത്തണം നിന്റെ ഈ സാറ് വിളി. നീ ഏതർത്ഥത്തില ഈ സാറേ എന്ന് വിളിക്കുന്നത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച സാറ് മനസ്സിലായി. സന്തോഷം. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചാൽ അൺപാർലമെന്ററി ഒന്നും അല്ല. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്ന പാർലമെന്റിൽ മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ എന്നൊക്കെ ഞങ്ങൾ വിളിക്കുന്നതാണ്. അങ്ങനെ അറിയാമല്ലോ. 5 വർഷം കേട്ടതാ. 2016 മുതൽ 21 വരെയുള്ള 5 വർഷം ആ വിളി ഞാൻ കേട്ടുകൊണ്ടിരുന്നതാ. അത് കേൾക്കാത്ത ആളല്ല ഞാൻ. അത് പഠിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കണ്ട. നീ പോക്കരത്തരം പറഞ്ഞാൽ ഞാൻ തെണ്ടിത്തരം പറയും. നിനക്കെന്നെ അറിഞ്ഞൂടാ. നീ കൂടുതൽ ആളാവില്ല കേട്ടാ. ഇപ്പൊ രമേശ് എന്തിനാ വിളിച്ചത്? മിസ്റ്റർ മുഖ്യമന്ത്രി എന്നല്ലേ, അല്ലാതെ പണ്ട് മുഖ്യമന്ത്രി വിളിച്ചതുപോലെ ഏടോ ഗോപാലകൃഷ്ണൻ എന്നല്ലല്ലോ. അയ്യോ, ഇത് അസംബ്ലിയേക്കാൾ മോശമായല്ലോ. രമേശ് ചെന്നിത്തലയുടെ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ പ്രയോഗത്തിന് പിന്നിലെ രഹസ്യം കണ്ടെത്തിയത് EP ജയരാജനാണ്. മറ്റാരെയോ ചെറുതാക്കാനാണ് ചെന്നിത്തലയുടെ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ വിളിയെന്നാണ് EP-യുടെ കണ്ടെത്തൽ. EP സജീവമാണെന്ന് കണ്ടതിലും അറിയിച്ചതിലും ചെന്നിത്തലയ്ക്കും സന്തോഷം. എനിക്ക് തോന്നിയൊരു കാര്യം, നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കൊള്ളില്ല. അയാൾ ഈ പ്രതിപക്ഷ നേതാവാകാൻ പറ്റുന്ന കഴിവുള്ള ആളല്ല. പഴയ ഞാൻ തന്നെയാണ് പ്രമാണി, എനിക്കാണ് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രാപ്തി എന്ന് കോൺഗ്രസ്സുകാരെ ബോധ്യപ്പെടുത്താൻ, അത് മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കാനുള്ളൊരു വേദിയായിട്ടാണ് ഇത്തരത്തിലുള്ള പദങ്ങളുടെ പ്രയോഗങ്ങളും നിലപാടുകളും. മനസ്സിലാക്കി കളഞ്ഞല്ല. EP ജയരാജൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ. എന്റെ നല്ല സുഹൃത്താണ്, അതുകൊണ്ട് മറുപടിയില്ല. ഈശ്വര ഭഗവാനെ, എന്റെ അച്ഛന് നല്ലത് മാത്രം വരുത്തണേ. അങ്ങനെങ്കിൽ എന്നെ വിമർശിക്കുന്നെങ്കിലും വഴി അദ്ദേഹം ഇപ്പോഴും സജീവമാണ് എന്ന് തെളിയിക്കാൻ കഴിയുന്നെങ്കിൽ എനിക്ക് സന്തോഷം. EP എന്റെ നല്ല സുഹൃത്താണ്, ഒരു മറുപടിയില്ല. ഞാൻ ആ പ്രയോഗം കേട്ടൊരാളാണ്. ആ പ്രയോഗം ശരിയായിട്ടുള്ളതല്ല. അത് VD സതീശനെ ചെറുതാക്കാനും പ്രമാണിത്വം കാണിക്കാനുമുള്ള ഒരു നിലപാടിന്റെ ഭാഗമായി വന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. ഓഹോ, ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു കളിയുണ്ടോ? എന്റെ നല്ല സുഹൃത്താണ് EP ജയരാജൻ, അതുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ മറുപടി പറയുന്ന പ്രശ്നമേ ഇല്ല. ഈശ്വര ഭഗവാനെ, അച്ഛന് നല്ലത് മാത്രം വരുത്തണേ. പിന്നെ ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഇപ്പോൾ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. നിങ്ങൾ അങ്ങനെ ഞങ്ങളെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാമെന്ന് കരുതുകയും വേണ്ട. എല്ലാവരും ഒറ്റക്കെട്ട. ഇന്നലെ മുഖ്യമന്ത്രി ശ്രമിച്ചതും അതാണ്. ഞാനും പ്രതിപക്ഷ നേതാവും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ഞങ്ങൾ ഒറ്റക്കെട്ടായി ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന കാലമാണ്. ഞങ്ങൾ ഒന്നാണ്.